നിങ്ങൾ നോക്കിക്കോ. ഇപ്പോഴെ വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ ജീവൻ്റെ ഒരു ഇതേ. ഇതൊരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ് ഇത്. ഇവിടോ അവിടുന്നാണെങ്കിൽ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? അതിൻ്റെ ആ കുറച്ച് ഇടഭാഗം. വാട്സപ്പിലും ഗൈസ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഉള്ളത് അഴീക്കിലാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന്. നമ്മുടെ അഴീക്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും, എന്നാലും അധികം ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഏകദേശം ഒരു ബോർഡറായിട്ട് വരും. അവിടെയാണ് ഈ ആക്ച്വലി ഈ സ്ഥലം ഉള്ളത്. അഴീക്കൽ ബീച്ച് എന്നൊക്കെ പറയത്തില്ലേ, അതായത് സംഭവം. അവിടെയാണ് ഈ സ്ഥലം വരുന്നത്. ഈ നമ്മുടെ ഒതളങ്ങാത്തുരുത്തൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ. വേണ്ട കണ്ടില്ലേ, ഇവിടുത്തെയൊക്കെ ചെടികളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? കുറച്ച് അടുത്ത് വെച്ച് കാണിച്ചു തരാം. വേണ്ടേ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. താഴേന്ന് ഫുള്ളിങ്ങനെ വേര് പോയിട്ടെ. വേണ്ട ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ, നൈസാണ് കേട്ടോ, കിടിലമായിട്ടുണ്ട്. കൊള്ളാം. അതേ അങ്ങോട്ട് ആ താഴത്തോട്ടുള്ള ഇറക്കമൊക്കെ കണ്ടോ. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ടൂറിസ്റ്റുകൾ മീൻസ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ വരുന്നൊരു പ്ലേസാണ്. ഇവിടെയൊക്കെ ഞണ്ടുകളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നമ്മൾ കുറേ ഞണ്ടുകളൊക്കെ ഉണ്ട്. ഇത് ചെറിയ ഞണ്ടുകളൊക്കെ കണ്ടോ, അങ്ങോട്ട് കയറുന്നുണ്ടോ? അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ ഞണ്ടുകളാണ്. ഇതേ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്ഥലം കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ മണ്ടയ്ക്ക് എനിക്കൊന്ന് കയറണമെന്നുണ്ട്, പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ കയറുന്നില്ല. എന്തെങ്കിലും സീനായി കഴിഞ്ഞാൽ ടാസ്ക്കാണ്. ഇതിൻ്റെയൊക്കെ വേരുകൾ പോയേക്കുന്നുണ്ടോ? ഇത് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മാംഗ്രൂവ് ഫോറസ്റ്റ് ഇല്ലേ, അതാണ് ഈ സംഭവം മെയിനായിട്ട്. ഇവിടെ നമ്മൾ ഒതളങ്ങാത്തുരുത്തെന്ന് ഇങ്ങനെ പറയും. ഇവിടെ ഒരു വെള്ളം ഒഴുക്കൊക്കെ ഉണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, കിട്ടില്ല, നന്നായിട്ടുണ്ട് ഇത്. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ അവിടെയാണ് ഈ കയാക്കിങ്ങിൻ്റെ ഒരു ഇതൊക്കെ വെച്ചപ്പോൾ ഉണ്ട്. നമുക്ക് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ വിട്ടുപോയി. ഇത് ഇവിടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്, ആ ചേട്ടൻ്റെ അടുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ ഈ കയാക്കിങ് ഒക്കെ ഉണ്ടോ? എവിടെ അത്? ഇവിടുന്നില്ലേ? ഓ ഓക്കെ. അത് ഇപ്പുറത്തൂടെ പോകണമില്ല, ആ കലങ്ങിന് അപ്പുറത്തൂടെ ചെന്നിട്ട് റൈറ്റ് കയറി പോകണമില്ലേ? തോടിനപ്പുറത്ത്. ഓക്കെ. നമ്മളിവിടെ കുറെ വണ്ടികളൊക്കെ വെച്ചേക്കുന്നില്ലേ, അവിടെ വണ്ടി വെച്ചിട്ട് ഇപ്പുറത്തൂടെ നടന്നു പറ്റുമോ? ഓക്കെ. കയാക്കിന് പോകുന്നില്ലേ? അതിന്റെ റേറ്റ് ഒക്കെ എത്രയാണെന്നറിയോ? അതല്ലേ ഇല്ലേ? ഇവിടെ ഈ ബാക്കിയുള്ള അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം ഏതാ? ഇതിലെ ഇങ്ങനെ പോകും കുറെ ആൾക്കാർ. ഇങ്ങനെ പോകില്ലേ? അപ്പുറത്ത് ഒരു പുരയിടമൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് ഇതിന്റെ ഏരിയ കംപ്ലീറ്റ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ചേട്ടൻ പറഞ്ഞത് ഇവിടെ എല്ലാം മറ്റേ മീൻ വളർത്തുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് മറ്റുള്ള ഇതില്ലേ, എന്താ പറയുന്ന മട പോലെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഈ ചെടിയുടെ ഇലയൊക്കെ കണ്ടോ, അത്യാവശ്യം രസമുണ്ട് കേട്ടോ. വേണ്ടേ, ഇതാണ് ഇല, മണമുണ്ടോ നോക്കട്ടെ. ഒരുമാതിരി വൃത്തികെട്ട മണം കേട്ടോ. വേറെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ വേര് പോയേക്കുന്നത്. താഴേന്ന് ഇങ്ങനെ വേര് പോയിട്ട് മുകളിലാണ് ഇത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വേരുകളുണ്ട്. നിങ്ങൾ സാധാരണ മാംഗ്രൂവ് ഫോറസ്റ്റുകളൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇത് നിൽക്കുന്ന ആ രീതിയൊക്കെ. നൈസായിട്ടുണ്ട്. വേണ്ട ഞണ്ട് ഗൈസ്, എല്ലാം കയറിപ്പോയി. വേണ്ട, നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് ഈ ഞണ്ടുകൾ എന്താ പറയുന്നത്, ആ മറ്റേ ആ പൊത്തിനകത്തോട്ട് കയറി പോവുക. അതാണ് ടാസ്ക്. കറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം വെട്ടക്കുറവാണ് കേട്ടോ. ലൈറ്റിങ് ഇച്ചിരി കുറവാണ്. നിങ്ങൾക്ക് എങ്ങനെ വിഷ്വൽസൊക്കെ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ടോ ആൻറ്റി? വീടുകളുണ്ടല്ലേ? അവിടുത്തെ കുടിവെള്ളമൊക്കെ എങ്ങനെയായിരിക്കും? കുടിവെള്ളം നമുക്ക്
പിന്നെ ദേവികുളങ്ങര പഞ്ചായത്ത് അവിടുന്ന് വരുന്നുണ്ട് വെള്ളം. അവിടുന്ന് വരുന്നുണ്ടല്ലേ? അല്ലാതെ ഇവിടുത്തെ മറ്റേ കിണർ അങ്ങനത്തെ സംഭവം കിണറൊന്നും ഇല്ല. ഇല്ലില്ലേ? കുഴൽക്കിണർ അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ? അങ്ങനെയുള്ളതൊന്നുമില്ല. അല്ലാതെ വെള്ളം കൊണ്ടുവരുമല്ലേ? വെള്ളം കൊണ്ടുവരുന്നതല്ല, അവിടെ കിഴക്കേക്കര കുഴൽക്കിണറ്റിലെ വെള്ളം ഇങ്ങോട്ട് അടിക്കുന്നത്. ഓ ഓ കായലിൽ കൂടെ ആ പൈപ്പ് ലൈൻ ഇട്ടേച്ച് അങ്ങനെയല്ലേ? ഇങ്ങോട്ട് ഓക്കെ. പൈപ്പൊക്കെ ആയിട്ട് ആ. പൊന്നു മോനെ വഴിയില്ല ഒന്നാമത്തെ കാര്യം. ആ വഴിയില്ലാത്തില്ല പ്രശ്നം. ആ വരാനും പോകാനൊക്കെ കണ്ടില്ലേ വഴി? മഴയായി കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടാന്നോ? മഴയെന്നല്ല, ഈ ഏറ്റ സമയം വെള്ളം ഇത് കണ്ടില്ലേ? ഇപ്പൊ ഇല്ല, ഇവിടം വരൊക്കെ വെള്ളം കാണും. ഇവിടോ? പിന്നെ ശരിക്കും ഞങ്ങള് വെള്ളത്തിൽ കൂടെ പോയി വരുന്നത്. അങ്ങനെ ഒത്തിരി പേര് മാറി, ഇവിടുന്ന് മാറിയില്ലേ? ആ ആ. ഇപ്പൊ ഞങ്ങൾക്ക് തോലുറപ്പുണ്ടായിരുന്നു, അതിന് പോയി ഞങ്ങള് സൈതം ഞങ്ങളുടെ വീടും വസ്തുവൊക്കെ അവിടെ കിടക്കുക. ആ ആ. ഞങ്ങൾ ഇവിടെ ഒരു സുനാമി വീട് മേടിച്ച് സുനാമി വീടില്ലേ? അത് വൃത്തിയാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി. ഓ. ഒത്തിരി ഏഴെട്ട് വീട്ടുകാർ മാറി. എല്ലാവരുടെയും വീടും വസ്തുവിടെ കിടപ്പുണ്ട്. ആ എല്ലാരും എന്താ ഈ വെള്ളം കയറുന്നോണ്ട് ഇങ്ങനെ മാറുന്നില്ലേ? ഈ 7 മണിക്കൊക്കെ ബസ് വരുന്ന പിള്ളേർക്കൊക്കെ ആ സ്കൂളിൽ പോകുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഈ വെള്ളത്തിൽ കൂടെ ഒന്നും മരക്കം നടക്കത്തില്ല, ആ ആ. ബസ് കിട്ടത്തില്ല. ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങോട്ട് മാറും. വീടും വസ്തു എല്ലാം അവിടെ തന്നെ കിടക്കി. ഈ വേലിയേറ്റം വരുമ്പം അങ്ങോട്ട് മാറൂല്ലേ? അങ്ങോട്ട് മാറും. ആ ഓക്കെ. അതിന്റെ ഈ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും ഇതിന്റെ? അത് ഒന്നീ രാവിലെ ആയിരിക്കും. ആ അത് ഒരു 10-11 മണിവരെ ഏറ്റവും നല്ല പോലെ കാണുമായിരിക്കും. പിന്നെ വൈകിട്ട് ഡെയിലി ഇങ്ങനെ കാണുമോ? ഡെയിലി കാണും. ഓ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? പിള്ളേർക്കൊക്കെ അത് ബുദ്ധിമുട്ട്. ആ സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ. കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ആ അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങോട്ടൊരു വീടെടുത്ത് മാറി. വാടകയ്ക്കായാലും മാറിയതാ. വഴി മോശമല്ലേ? പിന്നെ അതുമല്ല മോനെ, ഇവിടൊക്കെ വെച്ചാൽ ഇപ്പം പണ്ട് നമുക്ക് ഒറ്റയ്ക്കൊക്കെ നടന്നു പോവാം. ഇപ്പൊ അതും പറ്റത്തില്ല. എന്ന് വെച്ചാ കഞ്ചാവടിക്കാരും എല്ലാം ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഉണ്ട്. പെൺപിള്ളാരും ആൺപിള്ളാരും എല്ലാം ഇവിടെ വന്നും പോയി നിൽക്കുക. മറ്റേ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർ കാണാൻ വരുന്നവരാണോ? അത് വണ്ടിയല്ല, അവര് വന്ന ഒരു ടീച്ചർമാരോട്ടൊക്കെ വരുന്നില്ലേ, അവര് വന്ന് കണ്ടു. അവര് കുഴപ്പമില്ലല്ലേ? അല്ല ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള പീപ്പിൾസ് അല്ലേ? ഇവിടെ അടുത്തായിട്ടുള്ള സ്വദേശികളെ അങ്ങനെ വരുന്നല്ല, ദൂരെ നിന്നൊക്കെ ആളുകൾ വരും ഇഷ്ടം പോലെ. അങ്ങനെ വരുന്നവരെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് നല്ലപോലെ ഇവിടുന്ന് നടന്നൊക്കെ പോകാറുണ്ട്. പാരാത്രിക്ക് ഞങ്ങൾക്ക് പോകാം. ഇവിടെ പാമ്പ് അതിന്റെ ഒക്കെ ശല്യം ഉണ്ടോ? ജന്തുക്കള് പാമ്പൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ലീല. ശരി ചേച്ചി. ആ ചേച്ചി പറഞ്ഞ കേട്ടില്ലേ, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഈ വഴിയുടെ പ്രശ്നമൊക്കെ. നമുക്കിവിടെ വന്ന് കാണുന്നവർക്ക് ഇത് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്കാണെങ്കിൽ ഇതിപ്പം കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകും, അവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചേച്ചി പറഞ്ഞു കേട്ടോ, ഇവിടെ ആണെങ്കിൽ രാവിലെ ആവുന്ന സമയത്ത് ഇത് ഈ അരയുടെ അത്രയും വെള്ളം കാണുമെന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെ പോകും പിള്ളേർ സ്കൂളിൽ, ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകുന്നവർ, ഓഫീസിൽ പോകുന്നവർ, അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാം ഞണ്ടുകളാണ് കേട്ടോ. അത്യാവശ്യം ഇവിടെ എല്ലാം നല്ല ഞണ്ടുകളുണ്ട്. നമ്മൾ കാണുന്നതനുസരിച്ച് ഇത് കയറി അങ്ങ് മാളത്തി വിളിക്കുന്നു. അതാണ് പ്രശ്നം. അവിടെ പറഞ്ഞാൽ നിൽപ്പുണ്ട്, ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ കാണാൻ പറ്റുമെന്ന്. ഇതുണ്ടോ? ഇതാണ് സാധനം. ഇങ്ങോട്ട് നോക്കുന്ന ടൈം ഇവിടെ എല്ലാം മീൻ വളർത്തുന്ന സംഭവങ്ങളാണ്. വേണ്ടേ? ഇവിടെ എല്ലാം അതിൻ്റെ അപ്പുറത്ത് മറ്റേ മഡ് കിട്ടിയിട്ടുള്ള പരിപാടികളാണ്. മറ്റേ ചെമ്മീൻ കൃഷിയൊക്കെ ആയിരിക്കണം അങ്ങനെയുള്ള. ഇവിടെയുള്ള ആൾക്കാരുടെ ഉപജീവനം എന്ന് പറയുന്നത് മറ്റേ മത്സ്യബന്ധനം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇവിടെ മറ്റേ എന്താ പറയുന്നത്, ആ ചേച്ചിയുടെ ചോദിച്ചപ്പം പാമ്പിൻ്റെ ശല്യങ്ങളൊന്നുമില്ല, അല്ലാതെ ഉള്ള പ്രശ്നങ്ങളാണ്. എന്താ ആൾക്കാരിവിടെ വന്നിട്ട് എന്താ പറയുന്നത്, ഈ വരുന്ന കപ്പിൾസ് ആണെങ്കിലും അല്ലാതുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് പരിപാടികളൊക്കെ വേറെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്നറിയത്തില്ല, അത്യാവശ്യം ആൾക്കാർ കുറവാണ് ഇന്ന്. അങ്ങോട്ട് പോകുന്നിടത്താണെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുന്നത്, ഒരു വെള്ളമൊഴുക്ക് സംഭവം, മറ്റേ വെള്ളമൊഴുകി വരുന്നുണ്ട്. നല്ല വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല കവിഞ്ഞ് ഒഴുകുന്ന ടൈപ്പാണ്. ഇപ്പം വെയിൽ ഇറക്കുവാണെന്നാണ് തോന്നുന്നത്. മറ്റേ നമ്മൾ പഠിച്ചിട്ടില്ലേ ലോ ടൈഡും ഹൈ ടൈഡും, ആ സംഭവം. ഇതൊക്കെ ഭയങ്കര ചേറാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് എടുത്ത് എറിഞ്ഞു നോക്കായിരുന്നു. അപ്പോൾ ഇവിടെ കല്ലൊന്നും കാണുന്നില്ല.
അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എറിഞ്ഞു നോക്കാമായിരുന്നു. നമ്മൾ നടന്ന് ഇവിടെ വന്നു. മറ്റേ ഒരു വെള്ളമൊഴുക്കുണ്ടില്ലേ, കായൽ, അവിടെ വന്ന് കൊള്ളാം കേട്ടോ. അപ്പുറം ഇപ്പുറം ആണെങ്കിൽ മറ്റേ കണ്ടൽ കാടുകൾ, അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ മറ്റേ വെള്ളമൊഴുക്ക്, മറ്റേ കായലിൽ നിന്ന് വെള്ളം ഒഴുകുന്ന. ഇവിടെയൊക്കെ അത്യാവശ്യം മീനൊക്കെ കാണും കേട്ടോ. നമുക്ക് ഒരു ദിവസം ഇവിടെ ഒന്ന് മീൻ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കാം, മീനെ പിടിക്കാം. ഇവിടെ വെച്ചാൽ ഗൈസ് നമ്മുടെ ഒതളങ്ങ തുരുത്തില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത്. അതെ ഇവിടെ 2 വള്ളമൊക്കെ കിടപ്പുണ്ട്. ദേ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കിടില്ല കേട്ടോ. അവിടെ നിന്നുള്ളൊരു വ്യൂവേ അത് നൈസാ. ദേ കൊള്ളാം, നൈസായിട്ടുണ്ട്. ദേ അവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് പോകുന്നു. കിടിലം വൈബ് കേട്ടോ, കിടിലം വൈബുള്ള ഒരു സ്ഥലം, നന്നായിട്ടുണ്ട്. വേണ്ട നമ്മുടെ സൂര്യനാണെങ്കിൽ അവിടെ അസ്തമിക്കാൻ പോകുന്നത്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ കായലിൽ നിന്നുള്ള വ്യൂ. അവിടെ ഒരു പാലം നോക്കി, എന്തോ കിടിലം വൈബ് കേട്ടോ. വേണ്ട നമ്മൾ നടന്ന് മറ്റേ കനാലില്ലേ, ചെറിയൊരു പാലം, അങ്ങോട്ട് കയറാൻ പോകുമോ. ഈ പാലത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഇവിടെ അടുത്ത് വന്ന് നോക്കുമ്പോഴേ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം ഞണ്ടാ കേട്ടോ, ശരിക്കും ഞണ്ടുണ്ട്. ദേ നോക്കിയ വയസ്സ് ഈ പാലത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഭയങ്കര ശോചനീയാവസ്ഥയല്ല ഇപ്പം ഈ പാലത്തിൻ്റെ അവസ്ഥ. എപ്പോഴാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ ജീവൻ്റെ ഒരു ഇതേ സീനാ കേട്ടോ. അവിടെ നിന്ന് ഒരു ബോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിതേ പാലത്തിലോട്ട് കയറി. കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, ഇതാണ് കിടില. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കിടിലമായിട്ടുണ്ട്. വേണ്ടേ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, കിടിലോന്ന് വെച്ചാൽ കിടില. അത് അവിടെ കണ്ടോ, അത് നൈസായിട്ടുണ്ട് ആ ഒരു ഭാഗം. അതിലെ കൂടെ ഒരു ബോട്ട് പോകുന്നു, നമ്മുടെ ബോട്ട് അതിലെ കൂടെ പോകുന്നു. അപ്പുറം ഇപ്പുറം കര, ഒരു ഐലൻഡ് പോലെ കേട്ടോ ഇവിടെ. നമ്മളിവിടുന്ന് അത്യാവശ്യം ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കിടിലം വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ നിന്നുള്ള ഏത് മൂലയ്ക്ക് നോക്കിയാലും ഇവിടെ കിടിലം വ്യൂ കേട്ടോ. ഏത് മൂലയ്ക്ക് നോക്കിയാലും നൈസാ കേട്ടോ. അവിടെ ഒരു ചേട്ടനാണെങ്കിൽ ബോട്ടിനകത്ത് ഇരിക്കുന്നു, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ വ്യൂവും നൈസാ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്കിനി തിരിച്ചു പോയിട്ടെ മറ്റേ കയാക്കിങ് ഒക്കെ ഇല്ലയോ, അങ്ങോട്ട് പോവാം. അവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് തിരക്കാം. എന്നിട്ട് നമുക്കൊരു ദിവസം വന്നിട്ട് കയാക്കിങ് ഒക്കെ ചെയ്യാം, കിടിലമാക്കാം. അതൊരു കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരും. കയാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ തിരക്കിയിട്ട് നൈസായിട്ട് നമ്മൾ കയാക്കിങ് ചെയ്യുന്നതായിരിക്കും. ഇന്നല്ല, കയാക്കിങ് ചെയ്യാനായിട്ട് വേറെ ദിവസം വരും. ഇന്ന് ഞാൻ കയാക്കിങ് ചെയ്യാനായിട്ട് ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല വന്നത്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് സംഭവം. എന്നുവെച്ചാൽ എൻ്റെ മറ്റേ ഗോപ്രോ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കയാക്കിങ് കയറുമ്പം. പക്ഷേ എൻ്റെ ഈ വാട്ടർ പ്രൂഫ് മറ്റേ ഇതില്ല, കേസൊന്നുമില്ല. ഇതാണ് കാര്യം. കൊള്ളാം കേട്ടോ, നൈസ്. അവിടെ നിന്നാണെങ്കിൽ വെള്ളം ഒഴുകി വരുന്നുണ്ടോ, അതിൻ്റെ ആ കുറച്ച് ഇടഭാഗം ഇടയ്ക്കൊന്ന്, അത് കൊള്ളാം കേട്ടോ. അതേ സൂം ചെയ്ത് കാണിച്ചു തരാം, നൈസായിട്ടുണ്ടത്. നമ്മുടെ ഈ മെയിനായിട്ട് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ഇല്ലേ, കണ്ടൽ കാടുകൾ, ഇത് മെയിനായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലും കായലൂടെ ചേരുന്ന പ്രദേശങ്ങളില്ലയോ, പിന്നെ കായൽ പ്രദേശങ്ങൾ, കടലും കായലൂടെ ചേരുന്ന ഉപ്പുവെള്ളങ്ങൾ ചേരുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് നമ്മുടെ പ്രകൃതിയുടെ എന്താ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ കണ്ടൽ കാടുകൾ. പിന്നെ ഇതിന് വേറെ കുറേ എന്താ പറയുന്ന പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഉഭയജീവികളെന്നാണ് ഇത് മെയിനായിട്ട് അറിയപ്പെടുന്നത്, നമ്മുടെ കണ്ടൽ കാടുകൾ. നമ്മുടെ ചെടികളുടെ ഇടയിൽ ഉഭയജീവി എന്നൊക്കെ അറിയപ്പെടുന്നത്. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്കിത് വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റും. ഈ സംഭവം കണ്ടോ, ഇതൊരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ് ഇത്. ഈ ജെല്ലി പോലെ കിടക്കത്തില്ലേ,
അതാണ് ഈ സംഭവം. ഇത് ശരിക്ക് നിങ്ങൾ വിചാരിക്കും വെള്ളമാണ്, ഇത് പക്ഷേ വെള്ളമല്ല കേട്ടോ, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഇത്. ഇത് കണ്ടില്ലേ, കൊള്ളാം. ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ ഇത് പൊട്ടുമെന്ന് നോക്കാം. ഇത് ചവിട്ടുമ്പോഴത്തേക്ക് അങ്ങ് ചള്ളി പോകുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഈ എരപിടി സസ്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ കണ്ടൽക്കാടുകളിലാണ്, മാംഗ്രൂവ് ഫോറസ്റ്റില്ലേ അവിടെ. പിന്നെ ഈ ചൂരൽ സസ്യങ്ങൾ, പിന്നെ ഒതളങ്ങിയൊക്കെ ഇല്ലേ, അതെല്ലാം കണ്ടുവരുന്ന ഇവിടെ മെയിനായിട്ട്. ഇത് അത്യാവശ്യം കുഞ്ഞിനെ അടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ സംഭവം നമ്മുടെ തലയിൽ കൊള്ളും, അങ്ങനത്തെ സീനുണ്ട്. നൈസ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറേ കാണാനുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ മെയിനായിട്ട് ഇതേപോലുള്ള സംഭവങ്ങളാണ്. ഈ ഒതളങ്ങാത്തൊടുത്ത് ഷോർട്ട് ഫിലിമില്ലേ, അത് കൂടുതൽ ഷൂട്ട് ചെയ്ത ഇവിടെ, കൂടുതലല്ല മൊത്തം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തത്. ആ സ്പോട്ടുകളൊക്കെ നമ്മളിപ്പം കണ്ടത്. നമ്മളിനി അങ്ങോട്ട് പോകുന്നിടത്ത് ഇനി അടുത്ത പോകുന്നത് മറ്റേ കയാക്കിങ് കണ്ടില്ലേ, അവിടോട്ട് ഇനി അടുത്ത് പോകുന്നത്. അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഗായ്സ് ഡേ അങ്ങനെ നമ്മൾ അവിടെ പോയായിരുന്നു, മറ്റേ കയാക്കിങ് നടക്കുന്നില്ലേ, അവിടെ പോയി നോക്കിയായിരുന്നു. അവിടെ കയാക്കിങ് ഒന്നും ഇല്ല, ഒന്നുമില്ല. ഇവിടുത്തെ കയാക്കിങ് ഒക്കെ നിർത്തി, ക്ലോസ് ആക്കി. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ അഴീക്കൽ പാലം. എന്നുവെച്ചാൽ മെയിൻ അഴീക്കൽ പാലം ഇതല്ല, വേറെ ഏതാ. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ മറ്റേ ആ കായലില്ലേ, അവിടെ യോജിപ്പിക്കുന്ന ഒരു പാലം. ഇത് നമ്മൾ അഴീക്കലിലോട്ട് കയറുന്നൊരു പാലം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് ഇതേണ്ട കുറേ ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. അവിടെ നിന്നാണെങ്കിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് തോന്നി. എന്ത് വ്യൂ ആണെന്ന് നോക്കിയാൽ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് തോന്നി. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. നേരത്തെ ഇവിടെ നെറ്റൊന്നും ഇല്ലായിരുന്നു, ഇതേപോലത്തെ നെറ്റൊന്നും ഇട്ടപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നെറ്റ് ഇങ്ങനെ ഇട്ടത്. നെറ്റ് ഇട്ടുകൊണ്ട് ഒരു വ്യൂവിനൊരു തടസ്സം പോലെ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മറ്റേ പാലവും മറ്റേ ഹാർബറിൻ്റെ ഒരു സൈഡായത്. മറ്റേ മെയിൻ ഹാർബർ അങ്ങോട്ട് പോകുന്നിടത്താ. ഇവിടുത്തെ വ്യൂ കണ്ടോ, ഇവിടെ നൈസാ. ഈ ഒരു ഇതിട്ടേക്കുന്നതിൻ്റെ ഒരു നെറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ വലിയ പാലത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ, ഇതുവഴി പോകുമ്പോഴൊക്കെ കിടിലം ഒരു വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ മറ്റേ എന്താ പറയുന്ന കാറ്റാടി ചെടികളില്ലേ, അതിൻ്റെ ഈ വ്യൂ ഒക്കെ കൊണ്ടുപോകേണ്ടത് ഇങ്ങോട്ട് കയറുന്നത്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇപ്പുറത്തോട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓച്ചറയിൽ നിന്ന് കരുനാപ്പള്ളി കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരത്തില്ലേ, ഓച്ചറ ഏറിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഈ അടുത്ത ഭാഗത്ത് കാണുന്നത്. ഇത് നമ്മുടെ കായംകുളം ചെറിയഴിക്കലില്ലേ, അവിടുന്ന് വരുന്ന വഴിയാണ് ഇതാണ് രണ്ട് ഇതിൻ്റെ എൻട്രൻസുകൾ. ഇതിവിടെ തുടക്കമാണ് ഇതിൻ്റെ. ഇതേണ്ട വയസ്സ് അങ്ങനെ നമ്മളിവിടെ വന്ന് വലിയഴീക്കൽ ബ്രിഡ്ജ്, കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ PWD ചെയ്ത ഒരു പാലമാണിത്. അത്യാവശ്യം നൈസാണ് കേട്ടോ, ഇവിടുത്തെ ആ കളർ സ്കീമും ഒക്കെ. ഇതിപ്പോൾ കുറച്ച് നാളായി, ഇതിപ്പം ഞാൻ കുറേ വട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഉള്ളവർക്ക് ഇതൊരു എന്താ പറയുന്നത്, ഒരു പുതുമയല്ല. കണ്ട് ഡെയിലിയും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഇത്. കണ്ടില്ലേ, ഈ മറ്റേ കാറ്റാടി ചെടി കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂവേ ഗായ്സ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ആദ്യം ഒരു പാലം കാണിച്ചില്ലേ, ആ പാലത്തിൽ നിന്നൊക്കെ നമ്മളിവിടെ വന്ന് വേറെ മെയിൻ പാലത്തിൽ വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു അന്യായ വ്യൂ കേട്ടോ. നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ ഗായ്സ്, ഇതാണ് ഇപ്പോഴത്തെ പുതിയ പാലം വന്നേക്കുന്നത്. ഇതിൻ്റെ കളർ സ്കീമൊക്കെ കണ്ടിട്ടില്ലേ, കിടിലോ കേട്ടോ. നമ്മൾ ഈ വെളി രാജ്യങ്ങളിലൊക്കെ കാണത്തില്ലേ, അതേ കണക്കൊരു ഇതാ. നൈസാട്ടോ, നൈസായിട്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടോ, കിടിലായിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ മറ്റേ ലൈറ്റിൻ്റെ സോളാറാന്ന് തോന്നുന്നു കേട്ടോ ചെയ്തേക്കുന്നത്. നൈസായിട്ടുണ്ട്. വ്യൂ കണ്ടോ പാലത്തിൻ്റെ. അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ബീച്ച് കിടിലം. നമ്മളിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ മറ്റേ ഞാൻ ആദ്യം കാണിച്ചില്ലേ, മറ്റേ കണ്ടൽക്കാട് കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ പാലം. ഇത് നൈസാട്ടോ, ഈ പാലം നൈസാണ്, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ തൊട്ട് അങ്ങ് വരെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് മറ്റേ ആ പാലവാ ഈ കാണുന്നതൊക്കെ. ഇങ്ങോട്ട് വരുന്നിടത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞാൻ മണ്ടയ്ക്ക് കയറിയിട്ട് കാണിക്കാം.
ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഹൗസ്. നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ലൈറ്റ് ഹൗസിൻ്റെ ഇത് ചെയ്യാം. ലൈറ്റ് ഹൗസിൽ കയറിയിട്ടൊക്കെ ഉള്ള ഇപ്പം ടൈമില്ല, ഇപ്പം അത് ക്ലോസ് ആയി കാണാം. 6 മണിയോ 5:30 6 മണി വരെ എന്തോ ഉള്ളു. ദേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നൈസൊരു വ്യൂ കാണാൻ പറ്റുന്നത്. അതേണ്ട കണ്ടില്ലേ? ഓഹ് കിടില. ദേ ഇവിടെ മറ്റേ ബീച്ചാ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. കിടില കേട്ടോ. നൈസായിട്ടുണ്ട്. ദേ ബീച്ച് വന്ന ആൾക്കാർ വണ്ടികളൊക്കെ ആയിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് ആ കാണുന്ന ബോട്ട് ഉണ്ടോ, ഇത് ബോട്ടിങ്ങിനുള്ള ബോട്ടാണ്. നമ്മൾ ബോട്ടിങ് ചെയ്യാൻ ഒരു ദിവസം വേറെ ഒരു ദിവസം വരുന്നുണ്ട്. എന്തായാലും കയാക്കിങ്ങോ നടക്കത്തില്ല. കയാക്കിങ് ഇപ്പം അവിടെ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. കണ്ടില്ലേ ഇതിൻ്റെ അപ്പുറത്തെ കായൽ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ നമ്മുടെ ഹാർബർ വരുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുന്നിടത്ത് വണ്ടിയുടെ എയർപോർട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേണ്ട ഇവിടെ മറ്റേ രണ്ടും കൂടെ ഇതാവത്തില്ലേ, അതാണ് സംഭവം. അതുവഴി ബോട്ടുകളൊക്കെ വരുന്നത്. ഇത് ഒരു കിടിലൻ വ്യൂ കേട്ടോ. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ല് ഐക്കണോടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.